ഈ വർഷത്തെ +1 അഡ്മിഷനുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണോ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോ എങ്കിൽ പൂർണ്ണമായിട്ടും ഈ വീഡിയോ ഒന്ന് കാണണം. ചില പ്രത്യേകതകളൊക്കെ ഈ വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പൊ മുഖ്യഘട്ടത്തിലെ 3rd അലോട്ട്മെന്റ് അതിന്റെ റിസൾട്ട് ഇന്നലെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. പല വിദ്യാർത്ഥികൾക്കും നേരത്തെ താൽക്കാലികമായി അഡ്മിഷൻ എടുത്തു കൊടുക്കുന്ന മാറ്റങ്ങളുണ്ട്. നേരത്തെ സ്ഥിര അഡ്മിഷൻ നേടിയവരെ സംബന്ധിച്ചിടത്തോളം ഈ 3ാമത്തെ അലോട്ട്മെന്റിനെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. എന്നാൽ 3rd അലോട്ട്മെന്റ് 2nd അലോട്ട്മെന്റിൽ താൽക്കാലികമായി നിൽക്കുകയും എന്നാൽ 2nd അലോട്ട്മെന്റിൽ ഇതുവരെയും അഡ്മിഷൻ കിട്ടാതെ പോവുകയും ഒക്കെ ചെയ്തിരുന്നവരൊക്കെ 3rd അലോട്ട്മെന്റ് നോക്കിയിട്ടുണ്ടാവും. നോക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ അത് പരിശോധിക്കണം. അവിടെ നിങ്ങളുടെ സ്റ്റാറ്റസ് അറിയും. നിലവിൽ താൽക്കാലികമായി ചേർന്നിടത്ത് തന്നെ നിൽക്കുകയാണോ അതല്ല ഹയർ ഓപ്ഷനിലേക്ക് പോയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇനി ഹയർ ഓപ്ഷനിൽ പോയി നിങ്ങൾ സ്ഥിരമായിട്ട് അഡ്മിഷൻ എടുക്കേണ്ടി വരും. ഇനി താൽക്കാലികമായ അഡ്മിഷൻ ഇല്ല. 3rd അലോട്ട്മെന്റിൽ സ്ഥിര പ്രവേശനമാണ് നേടേണ്ടത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥാപനമാണെങ്കിലും അല്ലെങ്കിലും അവിടെ സ്ഥിര പ്രവേശനം നേടേണ്ടതുണ്ട്. പിന്നീട് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ട്രാൻസ്ഫർ, ജില്ലക്കകത്തും ജില്ലക്ക് പുറത്തും കോമ്പിനേഷനും ഒക്കെ മാറാനുള്ള ട്രാൻസ്ഫറുകളിൽ അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനുവേണ്ടി അപേക്ഷ സമർപ്പിക്കാം. എന്നതിനപ്പുറം മറ്റൊരു ചോയ്സ് ഇല്ല. എന്നാൽ അതേസമയം ചില വിദ്യാർത്ഥികൾ അവർ ചില എയ്ഡഡ് സ്കൂളുകളിൽ പ്രത്യേക കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ അവിടുത്തെ മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിച്ചവർ അവർ പ്രത്യേക ഫോമാണ്. ആ ഫോം അത് പ്രകാരം അവർക്ക് ആപ്ലിക്കേഷൻ നമ്പറുകൾ കിട്ടിയിട്ടുണ്ടാവും. ആ ഫോമുകൾ സ്കൂളുകൾ വാങ്ങിയതിനു ശേഷം അത് കൃത്യമായിട്ട് ആ ഡാറ്റ എൻട്രികൾ ചെയ്യുന്നു. ഗവൺമെന്റ് അത് പ്രോസസ്സിംഗ് നടത്തിയിട്ട് ജൂലൈ 2-ാം തീയതിയാണ് കമ്മ്യൂണിറ്റിയുടെ അഡ്മിഷൻ നടത്താൻ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ജൂലൈ 1-ാം തീയതി വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും കമ്മ്യൂണിറ്റിയുടെ റാങ്ക് ലിസ്റ്റ് ജനറേറ്റ് ചെയ്ത് കിട്ടും. ഈ വർഷത്തെ അഡ്മിഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 3rd അലോട്ട്മെന്റ് എന്ന് പറയുന്നത് 29, 30, 1, 2, 3 3-ാം തീയതി 5 മണിയോടുകൂടിയാണ് അഡ്മിഷൻ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ടത്. അപ്പൊ 5 ദിവസത്തെ സമയം അനുവദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ എയ്ഡഡ് സ്കൂളുകളിലെ മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും 3rd അലോട്ട്മെന്റിൽ ഒരു അഡ്മിഷൻ കിട്ടി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഹയർ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥാപനത്തിൽ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് കൂടി വെയിറ്റ് ചെയ്ത് ഏതാണ് താല്പര്യമെങ്കിൽ അതെടുക്കാനുള്ള ഒരു സമയമുണ്ട്. 29-ാം തീയതി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ താൽക്കാലികമായി അഡ്മിഷൻ നേടിയ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റമുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ ചെന്ന് അവിടെ നിന്ന് TCയും മറ്റു ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സും എല്ലാം കളക്ട് ചെയ്യണം. 2-ാം തീയതി കമ്മ്യൂണിറ്റി നിങ്ങൾ എവിടേക്കാണോ അപേക്ഷകൾ കൊടുത്തിട്ടുള്ളത് അതാത് സ്കൂളുകളിലെ അഡ്മിഷൻ പ്രക്രിയയിൽ ബന്ധപ്പെടണം. അവിടെ നിങ്ങൾക്ക് സീറ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതാണ് താല്പര്യമെങ്കിൽ ആ കമ്മ്യൂണിറ്റി അഡ്മിഷൻ എടുക്കണം 2-ാം തീയതി. ഇനി അതേസമയം നിങ്ങൾക്ക് 2-ാം തീയതി അത് വെയിറ്റ് ചെയ്തു, കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോമ്പിനേഷൻ അല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളല്ല കിട്ടിയത് എങ്കിൽ സ്വാഭാവികമായിട്ടും അന്ന് തന്നെ നിങ്ങൾക്ക് 3rd അലോട്ട്മെന്റിൽ എവിടെയാണോ കിട്ടിയത് അവിടെ സ്ഥിരപ്രവേശനം നേടാം. യാതൊരു കാരണവശാലും കമ്മ്യൂണിറ്റിയിൽ അപേക്ഷ കൊടുത്ത് കമ്മ്യൂണിറ്റിയിലെ അത്തരം സ്ഥാപനങ്ങളിലെ അഡ്മിഷൻ താല്പര്യമുള്ളവർ 29-ാം തീയതി തന്നെ പോയി 3rd അലോട്ട്മെന്റിന്റെ അഡ്മിഷൻ എടുക്കരുത്. അങ്ങനെ നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ 2-ാം തീയതി നിങ്ങൾക്ക് അവിടെ പെർമനന്റ് അഡ്മിഷൻ എടുത്താൽ 2-ാം തീയതി നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ സീറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ അഡ്മിഷൻ സാധ്യതയുണ്ടായാൽ നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അഡ്മിഷൻ പ്രൊസീജിയർ അവിടെ അവസാനിക്കുന്നില്ല. അപ്പൊ അഡ്മിഷൻ പ്രൊസീജിയർ അവസാനിക്കാതെ നിങ്ങൾക്ക് TC ജനറേറ്റ് ചെയ്താൽ സാധിക്കാത്തത് കൊണ്ട് തന്നെ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പ് ഈ 5 ദിവസം അതിനകത്ത് തന്നെ കമ്മ്യൂണിറ്റിയും റാങ്ക് ലിസ്റ്റുകൾ കൂടി പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അത്തരം വിദ്യാർത്ഥികൾ മാത്രമാണ് അത് ശ്രദ്ധിക്കേണ്ടത്. കമ്മ്യൂണിറ്റി ഫോമുകൾ കൊടുത്ത വിദ്യാർത്ഥികൾ അവരുടെ അഡ്മിഷൻ 2-ാം തീയതി അവർക്ക് കമ്മ്യൂണിറ്റി അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ, അത് അവർക്ക് താല്പര്യമുള്ള കോമ്പിനേഷൻ ആണോ എന്നും കൂടി മനസ്സിലാക്കി ഏതാണ് വേണ്ടത്, കമ്മ്യൂണിറ്റിയിൽ അഡ്മിഷൻ ആണോ അതല്ല സിംഗിൾ വിൻഡോയിൽ അഡ്മിഷൻ ആണോ വേണ്ടത് എന്ന് തീരുമാനിച്ച് അഡ്മിഷൻ എടുക്കുക. അതിൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കരുത്. അതിനുള്ള സമയമുണ്ട്. ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ താൽക്കാലികമായി ചേർന്നെടുത്ത് നിന്ന് മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് എന്ത് വാങ്ങണം, അവിടെ നിന്ന് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ വാങ്ങണം. ഇനി മാറ്റമില്ല എങ്കിൽ അവിടെ തന്നെ താൽക്കാലികമുള്ളത് അവിടെ തന്നെ ആ സ്റ്റാറ്റസ് കോ നിലനിർത്തുക. 2-ാം തീയതി കമ്മ്യൂണിറ്റിയുടെ കൂടി പരിശോധിച്ച് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കിട്ടുമെങ്കിൽ താല്പര്യമാണെങ്കിൽ അവിടെ നിന്ന് ഡോക്യുമെന്റ്സ് വാങ്ങി കമ്മ്യൂണിറ്റിയിൽ ചെയ്യുക. അതല്ല കമ്മ്യൂണിറ്റി കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ എവിടെയാണ് താൽക്കാലികം അവിടെ നിങ്ങൾ സ്ഥിരപ്രവേശനം നേടുക. അപ്പൊ ഇത്തരം കാറ്റഗറികളിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം സ്പോർട്സ് കോട്ട 2nd അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സ്പോർട്സ് കോട്ടയിലൂടെ അഡ്മിഷൻ കിട്ടിയവർക്ക് അവർക്ക് താല്പര്യമുള്ളതാണെങ്കിൽ ആ കോട്ടയിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാനും മറന്നു പോകരുത്. അതിന് കുറഞ്ഞ സമയമേ ഉള്ളൂ. ഇതിന്റെ എല്ലാം കൃത്യമായിട്ടുള്ള സർക്കുലറുകൾ ഗവൺമെന്റ് ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം വേണം ആക്ട് ചെയ്യാൻ. നമ്മളുടെ അറിവില്ലായ്മ മൂലം നമുക്ക് അർഹതപ്പെട്ട ഒരു സീറ്റ് നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങൾക്കോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്കോ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളുണ്ട് എങ്കിൽ, ഇത്തരത്തിൽ ഈ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ, ആശങ്കകളുണ്ട് എങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ പങ്കുവെക്കാനും മറന്നു പോകരുത്. ഏതായിരുന്നാലും മറ്റു ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ വരിക. മറ്റു മറുപടികളൊക്കെ നമുക്ക് അവിടെ തീർക്കാവുന്നതാണ്. ഏതായിരുന്നാലും ജൂലൈ 6-ാം തീയതിയാണ് +1 ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അതിനു മുൻപ് 3rd അലോട്ട്മെന്റും കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് അഡ്മിഷൻസും എല്ലാം പൂർത്തിയാവുകയാണ്. അത് കഴിഞ്ഞാൽ
ഇതുവരെയും ഇതുവരെയും സിംഗിൾ വിൻഡോയിൽ അപേക്ഷിച്ച് ഇതുവരെയും പരിഗണിക്കാത്തവർക്ക് സപ്ലിമെന്ററി അപേക്ഷ ക്ഷണിക്കുകയാണ്. ആ സമയത്ത് നിങ്ങളുടെ അപേക്ഷകൾ പുതുക്കി കൊടുക്കുക. ഏതൊക്കെ സ്ഥാപനങ്ങളിൽ ആ വേക്കൻസി ഉള്ളത് നോക്കിയിട്ട് അത്തരം സ്ഥാപനങ്ങളിലേക്കൊക്കെ അത് പുതുക്കി കൊടുക്കുക. തീർച്ചയായിട്ടും കിട്ടും. സെക്കൻഡ് സപ്ലിമെന്ററി ഉണ്ട്, പിന്നീട് സെക്കൻഡ് സപ്ലിമെന്ററി ഉണ്ട്. ഇതുപോലെ അഡ്മിഷനിൽ എവിടെയെങ്കിലുമൊക്കെ ലോക്കായി പോയവരുണ്ടെങ്കിൽ അവർക്ക് ട്രാൻസ്ഫറിനുള്ള അവസരങ്ങളുണ്ട്. അപ്പൊ ഇതോടുകൂടി അഡ്മിഷൻ പ്രക്രിയകൾ അവസാനിക്കുന്നില്ല എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും പത്രക്കുറിപ്പുകൾ ശ്രദ്ധിക്കണം. HSCAP എന്ന് പറയുന്ന സൈറ്റിൽ എപ്പോഴും നോട്ടിഫിക്കേഷൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, മറ്റേതെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റിലൂടെ വരിക. ഓക്കെ, ബൈ.